കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ പ്രഭാത് യുവജന സംഘം വായനശാലയിൽ വോട്ട് സഭ സംഘടിപ്പിച്ചു. വോട്ടവകാശം വിനിയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയാണ് വോട്ട് സഭ. 94 വയസ്സുള്ള PV കൃഷ്ണൻ മാസ്റ്റർ തന്റെ വോട്ടനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വോട്ട് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ പണ്ട് പഞ്ചായത്ത് കാലത്ത് കൈപൊക്കിയിട്ടായിരുന്നു വോട്ട് ചെയ്തിരുന്നത്. വണ്ടൂർ പഞ്ചായത്ത് ഉണ്ടായിരുന്ന കാലത്ത് വണ്ടൂർ അങ്ങാടിയൊന്നും വണ്ടൂർ പഞ്ചായത്തിന്റെ കൂട്ടത്തിൽ പെട്ടിരുന്നില്ല. വണ്ടൂർ പുളിക്കൽ മുതൽ വെള്ളാമ്പുറം കാരാട് ഭാഗത്തായിരുന്നു വണ്ടൂർ പഞ്ചായത്ത്. പുളിക്കൽ മുതൽ വെള്ളാമ്പുറം കാരാട് തുടങ്ങിയ ഭാഗത്ത് അവിടുത്തെ അന്നത്തെ പ്രസിഡന്റായി കൈപൊക്കി തെരഞ്ഞെടുത്ത് നാട്ടുകാർ തെരഞ്ഞെടുത്ത രാഘവൻ നായരായിരുന്നു. ഒരു രാഘവൻ നായരുണ്ടായിരുന്നു, അദ്ദേഹത്തിന് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. നമ്മുടെ കുമാരൻ നായരുണ്ടായിരുന്നു. ഇല്ലേ ഇവിടെ അധികാരി, അന്നത്തെ അധികാരി എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തിന്റെ അധികാരി തന്നെ. വായനശാല പ്രസിഡന്റ് P. അജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വോട്ട് സഭയിൽ പങ്കെടുത്തവർ പ്രത്യേക വോട്ട് പ്രതിജ്ഞയും നടത്തി. കവയത്രി സുജാത കടവത്ത് എന്റെ വോട്ട് എന്റെ അവകാശം എന്ന വിഷയത്തിൽ കവിത അവതരിപ്പിച്ചു. പഞ്ചായത്ത് സെക്രട്ടറിയായി വിരമിച്ച മുൻ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ കൃഷ്ണകുമാർ EC നെറ്റ് ആപ്പ് പരിചയപ്പെടുത്തി. KG അനിൽകുമാർ, KT സുരേന്ദ്രൻ, TV തിലകൻ, TV രവിപ്രസാദ്, P. ജയചന്ദ്രൻ, മനോജ് കുമാർ, PV പ്രവീൺ, വായനശാല സെക്രട്ടറി CR പ്രസന്നൻ, P. ഹരിത്ത് തുടങ്ങിയവർ വോട്ടോർമ്മ പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.